എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 23 ബുധനാഴ്ച. ഇന്ന് 7/1/2026. നമ്മുടെ പുതിയ വർഷത്തിൽ നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പ്രതീക്ഷകളോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ ഇന്ന്. ബുധനാഴ്ച ദിവസം ഹിന്ദുമത വിശ്വാസികൾക്ക് ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതും അവതാര മൂർത്തികളെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ അനുകൂലമാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ ദിനമാണ് ബുധനാഴ്ച. അതുകൊണ്ട് ബുധൻ്റെ ദിവസം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർക്ക് പ്രാർത്ഥനയിൽ മുഴുകാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കട്ടെ. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. കായികമായി അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർക്ക്, ഷീറ്റിൻ്റെ വെൽഡിങ്ങിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് കണ്ണിന് ക്ഷതമേൽക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവുക. ചുറ്റിക വെച്ചോ മറ്റായുധങ്ങൾ വെച്ചോ ഒക്കെ അടിക്കുമ്പോൾ അതിൻ്റെ പീസെല്ലാം കണ്ണിൽ തെറിക്കാനും കണ്ണിന് ചികിത്സ നേടാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇതേ അനുഭവം ഉണ്ടാവാം. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് പറയുന്നത് ഏഴര ശനിക്കാലമായതുകൊണ്ടാണ്. ഏഴര ശനിക്കാലത്ത് ശാസ്താവിനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ശാസ്താ പ്രാർത്ഥനയിലൂടെ പല കാര്യങ്ങളും നിവൃത്തിയാകുന്നതാണ്. അത് ശാസ്താക്ഷേത്രത്തിൽ പോവുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ഗ്രഹത്തിൽ എള്ളുകിഴി കത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. ക്രയവിക്രയങ്ങൾ നടന്ന് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഉത്തമമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കെട്ടിട നിർമ്മാണ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ സാങ്ഷൻ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്കും പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. കയറ്റുമതി ഇറക്കുമതി ഏർപ്പെട്ടിരിക്കുന്നവർക്കും വാഹനങ്ങളുമായി ഇടപെട്ട് ട്രാവൽ ഏജൻസി അതുപോലെയുള്ള റെൻ്റ് കാർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വിദഗ്ധമായ ചികിത്സ ലഭിക്കുവാനും നിക്ഷേപങ്ങൾക്കും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ നിറഞ്ഞൊരു ദിവസമായിരിക്കും. എന്നാൽ കണ്ടകശനിക്കാലമായതുകൊണ്ട് ഔദ്യോഗിക മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അവരവരുടെ ജോലി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ആലസ്യമോ മടിയോ കൊണ്ട് ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്ന മൂലവും കൃത്യനിഷ്ഠയില്ലാതെ വരുന്ന മൂലവും ചില താക്കീതുകൾക്ക് പാത്രീഭവിക്കേണ്ടതായി കാണുന്നു. ആലസ്യം വെടിഞ്ഞ് അവരവരുടെ ജോലിയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ദിവസം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്നതനുസരിച്ച് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. പങ്കാളിയുടെ ഉയർച്ചയോ പങ്കാളിയുടെ വരുമാനമോ വർദ്ധിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് നല്ല ഭാഗ്യം വന്നു എന്നറിഞ്ഞ് സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ചികിത്സാ രീതി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങൾ എന്ന് സമൂഹം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകാതെ ഇരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പ്രത്യേകിച്ച് മിഥുനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, മദ്യപാനം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഏർപ്പെട്ട് ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. നിയമപാലകർക്കും അതേപോലെ നിയമം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കോ വിദ്യാഭ്യാസ മേഖലയ്ക്കോ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്
ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ചില പിഴവുകൾ മൂലം ആരോപണ വിധേയരാകാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ചില ശിക്ഷണ നടപടികൾ നേരിടാനായി തയ്യാറായിക്കൊള്ളുക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഓരോ സമയവും വില പിടിച്ചതാണെന്ന് മനസ്സിലാക്കുക. ആ സമയം കളഞ്ഞിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. സമയത്തിനെ നമുക്ക് പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ പുറകോട്ട് പോയി തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും സാധിക്കുകയില്ല. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ ശ്രദ്ധ വയ്ക്കുക. ചില നിയമപരമായ കാര്യങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ട് അനാവശ്യമായ ധനസമ്പാദനത്തിന് ഒരുങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് അവർക്ക് ചില ശിക്ഷണ നടപടികൾ നേരിടേണ്ടതായി കാണുന്നു. അപകട സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് യുവാക്കൾ ഹെൽമറ്റ് ഇടാതെ വാഹനത്തിൽ സഞ്ചരിക്കാതെ ഇരിക്കുക. പുറകിലിരുന്നും ഫ്രണ്ടിലിരുന്നും ഒന്നും സഞ്ചരിക്കാതെ ഇരിക്കുക. അതേപോലെ ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എങ്കിൽ കൂടിയും വളരെയധികം മനക്ലേശങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയരാകേണ്ട ഒരു സാഹചര്യം വന്ന് ചേർന്നേക്കാം. വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വന്ന് ഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നിയമപരമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത് നിന്നിരുന്നു എന്ന് വിചാരിക്കുന്ന ചിലർ നമുക്ക് എതിരായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ മാറ്റങ്ങളാണ് ആരോഗ്യസ്ഥിതിയിൽ വരുന്നതെങ്കിൽ രാത്രിയോടുകൂടി പ്രതികൂലമായ ഒരു അവസ്ഥയാണ് വന്നു ചേരുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് മുടങ്ങിക്കിടന്നത് നടപ്പിലാക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ സ്വകാര്യമായി പണ ഇടപാടുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ട്രാവൽ ഏജൻസികൾ നടത്തുന്നവർക്കും യാത്ര ഉപജീവനമായി കാണുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായി കാണുന്നു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ചില അഭിവൃദ്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷ വരുന്ന ദിവസമാണ്. അതേപോലെ സുഖകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വൈവാഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനൊരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. അടുത്തായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. സഹായഹസ്തവുമായി അപ്രതീക്ഷിതമായി ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. കെട്ടിട പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് ഇന്ന് അതിനെ പുനരുദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ പുനർജീവിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ലോണുകൾ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായി കാത്തിരിക്കുന്നവർക്ക് നല്ല തീരുമാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് വളരെ സങ്കീർണമായ ചില അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് കാണുന്നു. അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് ചില അസുഖങ്ങൾ പിടിപെടുവാനും അതുമൂലം ആശുപത്രി ചെലവ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. യാത്രാക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. നിസാരപ്പെടുത്തി ഒന്നിനെയും കാണാതെ ഇരിക്കുക. അതേപോലെ പങ്ക്ച്വാലിറ്റിയിൽ കൃത്യനിഷ്ഠ
നിഷ്ഠയിൽ അധിഷ്ഠിതമായ ജോലി ചെയ്യുന്നവർ തീർച്ചയായും കൃത്യനിഷ്ഠ പാലിക്കേണ്ടതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വൃശ്ചിക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ വരുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ ഡ്രൈവിംഗ് പരീക്ഷയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. വിദേശത്തിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യാനും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. എന്നാൽ ഗൃഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ വരുവാനും പരാതികൾ കേൾക്കാനുമൊക്കെ സാധ്യതയുണ്ട്. പാചക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല. വളരെ ശ്രദ്ധയോടുകൂടി ആ ജോലി ചെയ്യേണ്ടതാണ്. ആഹാരമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് ഏതെങ്കിലും പിഴവുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഹോട്ടലുകൾ നടത്തുന്നവർക്ക്, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്ന് ചില നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉത്സാഹഭരിതമായ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് കൂട്ടായ്മയ്ക്ക് ഒരുങ്ങുന്ന രീതിയിലുള്ള ഏതെങ്കിലും അവസരങ്ങൾ തെളിഞ്ഞു വരുന്നതും ആയിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം, കാല് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആരോഗ്യപരമായ ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഉത്സാഹഭരിതരായി ഓടി നടക്കുന്ന ജോലിക്കാർക്ക് ഇന്ന് വളരെയധികം ലാഭം കിട്ടുന്ന ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, മീഡിയേറ്റ് ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. കൊടുത്ത കടം തിരിച്ചു കിട്ടാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നിരാശയിൽ നിന്ന് അല്പം മോചനവുമൊക്കെ കിട്ടുന്ന ദിവസമാണ്. മാനസികമായ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസകരമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോപണ വിധേയമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് സത്യം തെളിയിക്കാനും അതുപോലെ നീതി ലഭിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. അതുപോലെ ഗ്രഹാന്തരീക്ഷം വളരെ ശാന്തമായി അനുഭവപ്പെടുന്നതായി തോന്നുന്നു. അതുപോലെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. പഴയ സുഹൃത്തുക്കളുമായി സുഹൃത്ത് ബന്ധം പുനരാരംഭിക്കുവാനും സന്തോഷകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധ്യതയുണ്ട്. പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. കെട്ടിട നിർമ്മാണ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു നിർണായക ഘട്ടം വന്നേക്കാം. കൃത്യമായി ഔഷധ സേവ നടത്തുന്നവർ വളരെ ചിട്ടയോടുകൂടി ഔഷധം സേവിക്കേണ്ടതാണ്. വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. എങ്കിലും മനസ്സിന് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല. മനക്ലേശം എപ്പോഴും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. മനക്ലേശം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരിക്കലും മനസ്സിൻ്റെ അടിമയാകരുത്, മനസ്സ് നമ്മുടെ അടിമയാകണം. ഇതെല്ലാം പരീക്ഷണ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യത്തിനും ഒരു നല്ല ഫൈനൽ എൻഡിങ്, ഒരു നല്ല എൻഡിങ് ഉണ്ടാകും, അവസാനം ഉണ്ടാകുമെന്നും ആശ്വസിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
പൂരിട്ടാതികാല്, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പുതിയ ചികിത്സയ്ക്ക് ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ദിവസമാണെങ്കിലും ചില മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംഘർഷം, തൊഴിലിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏഴര ശനി ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കം വരുന്നത്. ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ആശ്വാസം തരുന്ന ഒരു അനുഭവം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ എള്ള് കിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് വീട്ടുനടയിൽ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതും വളരെയധികം അനുകൂലമായി കാണുന്നു. ഉന്മേഷകരമായ പല കാര്യങ്ങളിലും ഏർപ്പെടാനുള്ള തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കെട്ടിടം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ വസ്തുവകകൾ കൈകാര്യം ചെയ്യാനോ ഒക്കെ തിരിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എല്ലാ ആളുകൾക്കും വളരെയധികം നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.